ഈ ദിവസങ്ങളിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി ലോക മാധ്യമങ്ങളിൽ നാം കാണുന്ന ഒരു വിഷയമാണ് ടർക്കിയിലെ 1.5 സഹസ്രാബ്ദം പഴക്കമുള്ള ഓർത്തഡോക്സ് ദൈവാലയമായ ഹാഗിയ സോഫിയ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഒരു ഇസ്ലാമിക മോസ്ക് ആക്കി കൺവേർട്ട് ചെയ്യുവാനുള്ള തീരുമാനം. കേവലം ഒരു കെട്ടിടത്തിന്റെ സ്ഥിതി മാറുന്നു എന്നുള്ളതല്ല, അതിലുപരിയായി ഈ വാർത്ത വളരെ വലിയ ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നത്. ഭാവി ലോകം എങ്ങനെയായിരിക്കും എന്ന് ഭാവന കാണുന്ന ഒരു വിഭാഗവും ഭാവി ലോകം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനമെടുക്കുന്ന മറ്റൊരു വിഭാഗവും ഈ ലോകത്തിലുണ്ട്. ഭാവനാ സഞ്ചാരികളുടെ ആശയ സാക്ഷാത്കാരമായിരിക്കുമോ ഭാവി ലോകം, അതോ കർമ്മോത്സുകരായ അതേസമയം കുശാഗ്രബുദ്ധികളും ഗൂഢാലോചനക്കാരുമായ ഭാവി ലോക നിർമ്മാതാക്കളുടെ ഹിതത്തിനനുസരിച്ചായിരിക്കുമോ ഭാവി ലോകം എന്നുള്ളതാണ്. ഈ ലോകത്തിന്റെ നാളെ എങ്ങനെയായിരിക്കും? എൻ്റെ പിന്നിലായി നിങ്ങൾ കാണുന്ന ഈ ചിത്രം 1500 വർഷം പഴക്കമുള്ള ഒരു ഓർത്തഡോക്സ് ദൈവാലയമാണ്. കൃത്യമായി പറഞ്ഞാൽ AD 531 പണി കഴിക്കപ്പെട്ട ഒരു ഓർത്തഡോക്സ് ദൈവാലയം. ടർക്കി എന്ന രാജ്യം ഒരു ക്രിസ്തീയ രാജ്യമായിരുന്നു. ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിൽ അവസാനത്തെ ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ പ്രാരംഭ അധ്യായത്തിൽ 7 സഭകൾക്കുള്ള കത്തുകൾ എഴുതുന്നതായി നിങ്ങൾക്ക് കാണാം. ആ 7 സഭകൾ ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്തീയ ലോകത്തിലെ ഐക്കോണിക് ചർച്ചുകൾ ആയിരുന്ന 7 ചർച്ചുകൾ, 7 സഭകൾ നിലനിന്നിരുന്ന ഏഷ്യ മൈനർ എന്ന ഭൂപ്രദേശമാണ് ആധുനിക തുർക്കി. ബൈബിൾ ഭൂമികയാണ് തുർക്കി. ക്രിസ്ത്യാനിറ്റിയുടെ പ്രാരംഭ കളിത്തൊട്ടിലാണ് തുർക്കി. സുറിയാനി സഭയുടെ പ്രഭവ കേന്ദ്രവും ആസ്ഥാനവുമായിരുന്ന അന്ത്യോക്യ ഇന്ന് തുർക്കിയിലാണുള്ളത്. യേശുക്രിസ്തുവിന്റെ അനുയായികൾക്ക് ക്രിസ്ത്യാനികളെന്ന് പേര് വിളിക്കപ്പെട്ടത് അവിടെ വെച്ചാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പോലും, അതായത് ഇസ്ലാമിന്റെ ആവിർഭാവത്തിനു ശേഷം ഇസ്ലാം മത സ്ഥാപകനായ നബി മുഹമ്മദ് ജനിക്കുന്നതിനും 40 വർഷം മുമ്പ് പണി കഴിപ്പിക്കപ്പെട്ട ഒരു ഓർത്തഡോക്സ് ദൈവാലയമാണ്
നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇസ്ലാം മത സ്ഥാപകന്റെ ജനനത്തിനും 40 വർഷം മുമ്പ് ഇത്ര വലിയ ഒരു ദൈവാലയം ക്രൈസ്തവർക്ക് തുർക്കിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തുർക്കി എത്രമാത്രം ക്രൈസ്തവ രാജ്യമായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിങ്കൽ 25% ക്രൈസ്തവർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് തുർക്കിയിൽ ക്രൈസ്തവരുടെ ജനസംഖ്യ അനുപാതം 0.3 മാത്രമാണ്. 0.3% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ. ഏകദേശം 70,000-ഓളം സുറിയാനി ക്രിസ്ത്യാനികൾ തുർക്കിയിൽ നിന്നുണ്ട്. 30,000-ഓളം കത്തോലിക്ക മതവിശ്വാസികളുണ്ട്. ഇതൊക്കെയാണ്. 3,000 പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾ തുർക്കിയിലുണ്ട്. ഇതൊക്കെയാണ് ആധുനിക ഡെമോഗ്രാഫിക് പിക്ചർ. നമ്മൾ ഇന്ന് കാണുന്നത് ലോകത്തിലെ പല പ്രമുഖരുടെയും അഭ്യർത്ഥനകളെ വകവെക്കാതെ ഓർത്തഡോക്സുകാരുടെ പൗരാണിക സാന്നിധ്യത്തിന്റെ അവശേഷിക്കുന്ന അടയാളത്തെ ഇസ്ലാം മതത്തിന്റെ മോസ്കാക്കി പരിവർത്തനം ചെയ്യുന്നതിന്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇത് കേവലം ഒരു പള്ളി നഷ്ടപ്പെടുന്നതിന്റെയോ ഒരു കെട്ടിടം പരിവർത്തനം ചെയ്യപ്പെടുന്നതിന്റെയോ പ്രശ്നമല്ല. ഇത് ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സൂചികയാണ്. ചെറിയ ചെറിയ വിഷയങ്ങളിൽ വളരെ വലിയ പ്രതികരണങ്ങൾ നടത്തുകയും വലിയ തോതിൽ പ്രചരണ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ക്യാമ്പയിനുകൾക്ക് നേതൃത്വം നൽകുകയും ക്യാമ്പസുകളിലും യുവജനങ്ങളുടെ ഇടയിലും ബുദ്ധിജീവികളുടെ ഇടയിലും സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാരുടെയും ഇടയിലും NGOമാരുടെ ഇടയിലും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഇടയിലും അവബോധമുണർത്തി ജനമുന്നേറ്റം ഉണർത്തുന്ന എന്നൊക്കെ അവകാശപ്പെടുന്ന ഇടതുപക്ഷ വക്താക്കൾ എന്തു പ്രതികരണമാണ് ഇതിൽ നടത്തിയിട്ടുള്ളത്? ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കുവാൻ അർഹതയും യോഗ്യതയും ഉണ്ട് എന്ന് യുനെസ്കോ പലതവണ പറഞ്ഞിട്ടുള്ള ഈ ക്രിസ്തീയ കേന്ദ്രത്തെ ഇസ്ലാമൈസ് ചെയ്യുന്നതിനെ എതിർത്ത് ഏത് ഇടതുപക്ഷ സംഘടനയാണ് രംഗത്ത് വന്നത്? ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു സൂചികയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഉള്ള വ്യക്തമായ ഒരു സൂചിക. ഇത്രയും വലിയ ഒരു പള്ളി കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കുണ്ടോ? 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിങ്കൽ ഇതുപോലുള്ള ധാരാളം പള്ളികൾ തുർക്കിയിലെ ഓർത്തഡോക്സ് സഭയ്ക്ക് ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് പള്ളികളാണ് തച്ചുടയ്ക്കപ്പെട്ടത്. അനേക പള്ളികൾ ഇസ്ലാം മോസ്കുകളായി രൂപാന്തരപ്പെട്ടു. ലക്ഷക്കണക്കിന് വിശ്വാസികൾ കൊല്ലപ്പെട്ടു. 25% എന്ന ജനസംഖ്യ അനുപാതത്തിൽ നിന്ന് 0.3
എന്ന ജനസംഖ്യ അനുപാതത്തിലേക്ക് കൂപ്പുകുത്തി. ഇത് ആധുനിക തുർക്കിയിൽ സംഭവിച്ചതാണ്. കേരളത്തിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ അനുപാതം 16% മാത്രമാണ്. ഇന്ത്യയിലെ ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രഭവ കേന്ദ്രവും പ്രാരംഭ കളിത്തൊട്ടിലും കേരളമാണ്. നമുക്കറിയാം, ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ സെയിന്റ് തോമസ് കേരളത്തിലാണ് വന്നത്. കേരളത്തിലാണ് ഇന്ത്യയിൽ ക്രിസ്ത്യാനിത്വം ആദ്യമായിട്ട് വന്നത്. തുർക്കിയോട് ധാരാളം സമാനതകൾ കേരളത്തിനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ അനുപാതം വളരെ വേഗം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. സാമൂഹികമായും രാഷ്ട്രീയമായും അവഗണിക്കപ്പെടുകയും അന്യവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയായി കേരളത്തിലെ ക്രൈസ്തവർ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ മേഖലകളും നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ അതിവേഗം പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. രാഷ്ട്രീയ മേഖലകളിൽ പഴയതുപോലെ സാന്നിധ്യമോ സ്വാധീനമോ ക്രൈസ്തവർക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ പള്ളി പണി കഴിപ്പിക്കപ്പെടുന്ന സമയത്ത് ചക്രവർത്തി പോലും ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അത്രമാത്രം രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം രാഷ്ട്രീയ സ്വാധീനം. ഭൂതകാല പ്രൗഢിയെക്കുറിച്ച് മേനി പറയുകയല്ല, യാഥാർത്ഥ്യത്തിലേക്ക് മിഴി തുറക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ഇന്ന് കേരളത്തിലെ ക്രൈസ്തവർ സമഗ്രമായ ഒരു തുടച്ചു നീക്കപ്പെടലിന്റെ വക്കത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ ഇത് തുറന്നു പറയുവാൻ ആരും തയ്യാറാവുന്നില്ല. ഇതേക്കുറിച്ച് ബോധ്യമുള്ള ചില ആളുകൾ തങ്ങളുടെ അവയവ സംരക്ഷണാർത്ഥം മൗനം പാലിക്കാം. ക്രിസ്ത്യാനികളുടെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊരു ഓർത്തഡോക്സ് ദൈവാലയമായിരുന്നു എന്നുള്ള സത്യത്തെ മറച്ചു വെക്കുകയാണ്. ക്രൈസ്തവരുടെ ജനസംഖ്യ അനുപാതത്തിന്റെ കുറവ് ജനന നിരക്കിലെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഹൈന്ദവർക്കും അതേ സ്ഥിതി തന്നെയാണ്. ജനസംഖ്യ അനുപാതം ഓരോ കമ്മ്യൂണിറ്റിയുടെയും TFR, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, അതായത് ആ കമ്മ്യൂണിറ്റിയിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തെ ആ കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് ആ കമ്മ്യൂണിറ്റിയുടെ TFR, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഒരു സ്ത്രീക്ക് ശരാശരി ഇത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കണക്ക്. ആ TFR
ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ കുറവാണ്. TFR 2.3 2.3 താഴെയുള്ള ഒരു കമ്മ്യൂണിറ്റി ക്രമേണ മെലിഞ്ഞു വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2.3 താഴെയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റി ക്രമേണ ശോഷിക്കും, ദുർബലമാകും. TFR 2 താഴെയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റി വളരെ വേഗം നാശത്തിലേക്ക് പോകും, ഇല്ലാതെയായി തീരും. യൂറോപ്പിലെ ആംഗ്ലോ സാക്സൺ വിഭാഗത്തിന് സംഭവിക്കുന്ന അതാണ്. എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ തനത് വെള്ളക്കാർ വളരെ വേഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സൈലന്റ് വാലിയിലെ സിംഹവാലൻ കുരങ്ങുകളെ പോലെ വംശനാശ ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് കാണാൻ സായിപ്പുമാരെന്ന് നമ്മൾ പറയുന്ന വെള്ളക്കാരുണ്ട്, എന്ന് പറഞ്ഞാൽ ശുദ്ധ വെള്ളക്കാർ. അവർ ലോകസഞ്ചാരം നടത്തും, സഞ്ചിയുമായിട്ട് ചൂണ്ടയിടാൻ പോകുന്നു. അവരുടെ കൂടെ കുട്ടികളെ കാണാറില്ല, പട്ടികളെയാണ് കാണുന്നത്. കുട്ടികളെ വളർത്തുന്നതിനേക്കാൾ പട്ടികളെ വളർത്തുന്നതിലാണ് അവർ തൽപരരായിരിക്കുന്നത്. അതുകൊണ്ട് യൂറോപ്പിൽ വളരെ വേഗം വെള്ളക്കാർ ഇല്ലാതെയാവുന്നു. അതെന്റെ കൺസേൺ അല്ല, വെള്ളക്കാർ ഇല്ലാതെയായാലും എനിക്കൊന്നും സംഭവിക്കാനില്ല. പക്ഷെ യൂറോപ്പ്, നമ്മൾ ഇന്നലെ കണ്ട യൂറോപ്പ് അല്ല, നാളെ മറ്റൊരു യൂറോപ്പായി വരും, ഒരു ഇസ്ലാമിക് യൂറോപ്പ്. അതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ, മതപരമായ അസഹിഷ്ണുത ഞാൻ വെച്ചു പുലർത്തുന്നുണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് തീരെയില്ല മതപരമായ അസഹിഷ്ണുത. അത് തന്നെയല്ല, ഇസ്ലാമിക മതത്തെയും ഇസ്ലാമിക സംസ്കാരത്തെയും എനിക്ക് ഇഷ്ടവുമാണ്. ഞാനത് പലപ്പോഴും പറയും. കാരണം മധ്യപൂർവ്വ ദേശത്ത് നമ്മൾ ചൊല്ലുമ്പോൾ അവിടെ ഒരു ആംബിയൻസ് നിൽക്കുന്നത് ആ ഒരു ഇസ്ലാമിക സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ലോകത്തിലെ സാംസ്കാരിക വൈവിധ്യം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. വൈവിധ്യത്തിന്റെ സൗന്ദര്യം. ഞാൻ ഒരു പെന്തക്കോസ്തൽ പാസ്റ്റർ, സാധാരണ പെന്തക്കോസ്തുകാർക്കാണ് ഏറ്റവും അസഹിഷ്ണുതയുള്ളത്. ഞാൻ പെന്തക്കോസ്തു പാസ്റ്റർ ആയിരുന്ന സമയത്ത് പോലും പ്രഭാതത്തിൽ ദൂരെ നിന്ന് തണുത്ത കാറ്റിലൂടെ ഒഴുകി വരുന്ന സുപ്രഭാതം കേൾക്കാൻ എനിക്കിഷ്ടമാണ്. MS സുബ്ബലക്ഷ്മിയുടെ സുപ്രഭാതം ദൂരെയുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും സ്ഥലങ്ങളിൽ കേൾക്കാൻ പറ്റും. അത് ഒരു പ്രഭാതത്തിൽ അത് കേട്ടില്ലെങ്കിൽ എന്തോ ഒരു ശൂന്യത പോലെ, ഒരു നഷ്ടബോധം പോലെയാണ്. അതൊരു കേരളീയ ഗ്രാമത്തിന്റെ ഒരു സാംസ്കാരിക തനിമയാണ്. പള്ളിമണികളുടെ നാദവും വാങ്കുവിളികളും എല്ലാം ഇഷ്ടം നമ്മുടെ കാതിന്. അതൊരു മതസഹിഷ്ണുതയുള്ള അല്ലെങ്കിൽ ഒരു സാംസ്കാരിക അവബോധമുള്ള ഏത് വ്യക്തിക്കും അതിനൊന്നും അസഹിഷ്ണുത കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊന്നും ഇല്ലാതാകുന്ന ഒരു നാളെയാണ് കേരളത്തെ കാത്തിരിക്കുന്നത്. വളരെ വ്യക്തമായ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലങ്ങളിൽ, രാഷ്ട്രീയ നേതൃത്വത്തിൽ, വാണിജ്യ രംഗത്ത്, ബിസിനസ് രംഗത്ത് ഒക്കെ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്ന സാമൂഹിക സാന്നിധ്യം, സ്വാധീനം കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ ഗണ്യമായ തോതിൽ കുറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഓർക്കും, ചേട്ടാ ഇവിടെ വേറെ ആർക്കും ജീവിക്കണ്ടേ? ശരിയാണ്. എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? ഒരസഹിഷ്ണുതയില്ല. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നാളെ ഇന്നത് സംഭവിക്കാനാണ് സാധ്യത എന്ന് അതാത് കമ്മ്യൂണിറ്റികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഓരോ സ്വതന്ത്ര ചിന്തകന്റെയും ധാർമ്മിക ഉത്തരവാദിത്വം. അതിൽ വീഴ്ച വരുത്തുന്നവൻ വഞ്ചകനാണ്. അത്തരത്തിലുള്ള ഒരു വഞ്ചന ചെയ്യുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് സത്യങ്ങളെ തുറന്നു പറയുന്നത്. നിങ്ങൾ സ്വതന്ത്രമായി പരിശോധിച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയോ വലതുപക്ഷത്തിന്റെയോ യുവജന നേതൃത്വം നിങ്ങൾ പരിശോധിച്ചാൽ പണ്ട് മുസ്ലിം ലീഗിൽ മാത്രമായിരുന്നു ഇസ്ലാമിക നേതൃത്വം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക്
ഇതര, അതായത് കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റിന്റെയോ ഒക്കെ നേതൃത്വത്തിൽ കാണാൻ പറ്റും. BJP-യുടെ നേതൃത്വത്തിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആസൂത്രിതവും സംഘടിതവുമായി കേരളം അതിവേഗം ഇസ്ലാമികവൽക്കരിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം, ഈ യാഥാർത്ഥ്യം ആരെങ്കിലും സൂചിപ്പിക്കാൻ ശ്രമിച്ചാൽ വളരെ സംഘടിതവും ശക്തവുമായ ആക്രമണമാണ് അവർക്കെതിരെ സൈബർ മേഖലയിൽ ഉണ്ടാകുന്നത്. പരിഹസിക്കുകയാണ്. ആരാണ് പരിഹസിക്കുന്നത്? സ്വതന്ത്ര ചിന്തകർ എന്ന് പേരുള്ള കുറെ ആളുകൾ, ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന കുറെ ആളുകൾ. ആരാണ് ഇടതുപക്ഷ ബുദ്ധിജീവികൾ? കപട ബുദ്ധിജീവികളാണ്. അവരാണ് പറയുന്നത്, നിങ്ങൾ വർഗീയത പറയുന്നു, നിങ്ങൾ സംഘപരിവാറിന്റെ ആളുകളാണ്. കേരളം ഇന്നലെ നിലനിന്നതുപോലെ നാളെ നമ്മൾ ആസ്വദിച്ചതും അനുഭവിച്ചതുമായ ആ സാമുദായിക സൗഹാർദ്ദമുള്ള സാംസ്കാരിക സമന്വയത്തിന്റെ ഒരു കേരളം നാളെ ഉണ്ടാവണമെങ്കിൽ, നാളെ ആ തരത്തിലുള്ള ഒരു കേരളം ആവശ്യമാണെങ്കിൽ ഇന്ന് ഉണർന്ന് ചിന്തിച്ചെങ്കിലേ അത് നാളെ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കേരളം ഉണ്ടാവുകയില്ല. തുർക്കിയിൽ സംഭവിച്ചത് ലോകത്തെവിടെയും സംഭവിക്കാവുന്നതാണ്. തുർക്കിയിൽ സംഭവിച്ചത് മധ്യകാലഘട്ടത്തിലെ ഇരുണ്ട യുഗത്തിൽ സംഭവിച്ച ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്, മിനിഞ്ഞാന്ന് സംഭവിച്ച കാര്യം. മിനിഞ്ഞാന്ന് ഇത്ര ഗൗരവതരമായ ഒരു വിഷയം നമ്മുടെ സജീവ പരിഗണനയ്ക്കും ചർച്ചയ്ക്കും വരുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ വസ്തുത. കാരണം നമ്മൾ ആരെയോ ഭയപ്പെടുന്നു, നമ്മൾ എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു, ആരെയൊക്കെയോ പ്രസാദിപ്പിക്കുവാൻ, പ്രീണിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ബലഹീനമായ നേതൃത്വമുള്ള കമ്മ്യൂണിറ്റിക്ക് കഷ്ടം. നേതാക്കന്മാർ ഭീരുക്കളാവുകയും ദുർബലന്മാരാവുകയും ചെയ്യുന്നതിനേക്കാൾ ശാപം ഒരു സമൂഹത്തിന് വരാനില്ല. കത്തോലിക്ക തിരുസഭയെ സംബന്ധിച്ച് ധാരാളം ആരോപണങ്ങൾ നമ്മൾ കേൾക്കുന്നു, പ്രത്യേകിച്ച് ലൈംഗിക ആരോപണങ്ങൾ. ഞാൻ അതേക്കുറിച്ച് എൻ്റെതായ നിലയിൽ വ്യക്തിപരമാണ്, മറ്റൊന്നുമായിട്ട് ബന്ധമില്ല, സ്വതന്ത്രമായി വ്യക്തിപരമായി ഞാൻ നടത്തിയ പഠനത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത്, ഈ കത്തോലിക്ക സഭയിലെ അച്ഛന്മാരിൽ നല്ലൊരു വിഭാഗവും ദാരിദ്ര്യ പേക്കോലങ്ങളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദരിദ്ര നാരായണന്മാർ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് അച്ഛൻ വേഷം കെട്ടാൻ ഇറങ്ങി. പഠിക്കാൻ നിവൃത്തിയില്ല. അച്ഛനാകാൻ പോയാൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ പിന്നെ സഭയിൽ നിന്ന് പഠിപ്പിച്ചോളൂ, ഡിഗ്രി എടുക്കാനും ചെലവില്ല. ദൈവവിളി ഉണ്ടായിട്ടല്ല. കത്തോലിക്ക സഭ വളരെ വിശാലമായ ഒരു സഭയാണ്. ആസ്തി മൂല്യത്തിന്റെ കാര്യത്തിൽ അംബാനിയുടെ അടുത്തെത്തും. സീറോ മലബാർ സഭയുടെ ആസ്തി ഇന്ന് ഇന്ത്യയിൽ 3 ലക്ഷം കോടിക്ക് മുകളിലാണ്. 3 ലക്ഷം കോടിക്ക് മുകളിൽ ആസ്തിയുള്ളൊരു സഭയാണ്. പക്ഷെ ആ സഭയെ നയിക്കുവാനുള്ള അച്ഛന്മാര് വരുന്നത് ആ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നും മേഖലകളിൽ നിന്നുമുള്ള ആളുകളാണ്. ഇതെന്തുകൊണ്ടാണ്? ഇതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. മലങ്കര നസ്രാണികളുടെ പൊതു പൈതൃകത്തിന് വിരുദ്ധമായി റോമാമതം കേരളത്തിൽ അധിനിവേശം നടത്തിയപ്പോ മെൻസിസ് ബിഷപ്പ് അടിച്ചേൽപ്പിച്ച നിർബന്ധ സന്യസ്തം വൈദികർക്ക് എന്നുള്ളത് അതൊരു ഓർത്തഡോക്സി അല്ല, അത് മലങ്കര നസ്രാണികളുടെ പാരമ്പര്യവുമല്ല. നിർബന്ധമായും ബ്രഹ്മചര്യം എന്ന് ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങളുടെ മുമ്പിൽ ഭാര്യയില്ലാതെ ജീവിക്കുക എന്നുള്ള ഒരു നിബന്ധന വെച്ചതുകൊണ്ട് ഒരുമാതിരി അന്തസ്സുള്ളവരും അഭിമാനമുള്ളവരും തറവാട്ടി പറന്നവരും വിദ്യാഭ്യാസമുള്ളവരും ആ മേഖലയിൽ നിന്ന് പിൻവാങ്ങി.
ഇനിയെങ്കിലും സീറോ മലബാർ സഭ, ഞാൻ ഈ സീറോ മലബാർ സഭ എന്ന് എടുത്തു പറയുന്നത് സുറിയാനി പാരമ്പര്യമുള്ള സഭ ആയതുകൊണ്ടാണ്. സുറിയാനി പാരമ്പര്യമുള്ള സീറോ മലബാറിലെ വിഭാഗം നിങ്ങൾ ഉണർന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി ഈ അബദ്ധം 500 വർഷം നിങ്ങൾ നടത്തിയ ഈ മണ്ടത്തരം, ഈ ലത്തീൻ വിഭാഗത്തിന്റെ ഈ ബോഷ്കിന് ഇനിയും ചൂട്ടുപിടിച്ച് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് സീറോ മലബാറിലെ ഓരോ വ്യക്തികളും ഓരോ ബിഷപ്പുമാരും ചിന്തിക്കാൻ തുടങ്ങണം. ചെറുപ്പക്കാർ ചിന്തിക്കണം, വിദ്യാഭ്യാസമുള്ളവർ ചിന്തിക്കണം. നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നോക്ക്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, സയന്റിസ്റ്റുകൾ, സാങ്കേതിക വിദഗ്ധർ, പത്രപ്രവർത്തകർ, അഭിഭാഷകർ, കൃഷിക്കാർ, എത്രയോ ഉന്നതമായ, എത്ര ശ്രേഷ്ഠരായ, എനിക്ക് സീറോ മലബാറിലെ ധാരാളം ആളുകൾ എനിക്ക് പരിചയക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. എത്ര ശ്രേഷ്ഠരായ വ്യക്തിവിശേഷങ്ങളുള്ള ഒരു സഭയാണ്. വൈദികേതര മേഖലകളിൽ അച്ഛന്മാരല്ലാതെ ഉള്ള ആളുകൾ ധാരാളം സുവർണ വ്യക്തികൾ, അവരുടെ നിലവാരത്തിന്റെ 10-1 നിലവാരം പോലും ഇല്ലാത്ത ആളുകളാണ് ആ കമ്മ്യൂണിറ്റിയിലെ അച്ഛന്മാര്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഈ നിബന്ധന മാറ്റാമെങ്കിൽ ആ കമ്മ്യൂണിറ്റിയെ നയിക്കുവാൻ ഒരു ഇടവകയെ നോക്കിക്കഴിയുമ്പോൾ ആ പള്ളിക്കകത്ത് നിൽക്കുന്നവരുടെ യോഗ്യതയുടെ 10-1 പോലും യോഗ്യത ഇല്ലാത്ത, ഒരു തരത്തിലും ആ യോഗ്യത ഇല്ലാത്ത വ്യക്തികളാണ് അച്ഛന്മാരായിട്ട് ആ കമ്മ്യൂണിറ്റിയെ നയിക്കുന്നത്, ഇടവകയെ നയിക്കുന്നത്. ഈ ദൗർഭാഗ്യ സ്ഥിതിയിൽ നിന്ന് ആ കമ്മ്യൂണിറ്റിക്ക് രക്ഷപ്പെടണമെങ്കിൽ, വൈദികനാകണമെങ്കിൽ ഈ സന്യസ്തം വേണമെന്ന വിചിത്രമായ ആ ആചാരത്തിൽ നിന്ന് സ്വതന്ത്രമാകുവാൻ സീറോ മലബാർ സഭ തീരുമാനമെടുക്കണം. ഇറ്റ് ഈസ് ഹൈ ടൈം. കാരണം നാളെ നമ്മെ കാത്തിരിക്കുന്ന വലിയ അപകടത്തിൽ നിന്ന്, ഒരു ഇല്ലാതാകലിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗം, അതാണ് സീറോ മലബാർ സഭയെ സംബന്ധിച്ച്. ഇപ്പൊ നിങ്ങൾക്ക് വേണം പറയാം, അമ്പടാ ഞങ്ങളുടെ അച്ഛന്മാരെ പെണ്ണ് കെട്ടിക്കുക. വേണ്ട, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. പക്ഷെ നാളെ നിങ്ങൾ ദുഃഖിക്കും. ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നത് നിലവാരമില്ലാത്ത ആളുകൾ, സംസ്കാരമില്ലാത്ത ആളുകൾ, യഥാർത്ഥ ദൈവവിളിയില്ലാതെ ചില പച്ചപ്പുല്ല് കണ്ടുകൊണ്ട് മാത്രം ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഉപാധി എന്ന നിലയ്ക്ക് വൈദിക വൃത്തിയെ ഒരു ഏണിപ്പടിയായിട്ട് കണ്ട് കടന്നു വരുന്നവർ സഭയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോലും വരുന്ന വലിയ അപകടമാണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റി അർഹരായവരും യോഗ്യരായവരും ശ്രേഷ്ഠരായവരും അനുയോജ്യരായവരുമുണ്ട്. അവരാ നേതൃത്വത്തിലേക്ക് വരുവാനുള്ള ശക്തമായ തീരുമാനം ഉണ്ടാകണം. നിങ്ങളുടെ ഇടയിൽ അത്തരത്തിലുള്ള ചർച്ചകളാണ് രൂപപ്പെടേണ്ടത്. അത്തരത്തിലുള്ള ആർജവത്വമുള്ള ഒരു നേതൃത്വം സഭയ്ക്കുണ്ടായെങ്കിൽ മാത്രമേ നാളെ സഭ നിലനിൽക്കുകയുള്ളൂ. വെല്ലുവിളികളെ നേരിടുവാൻ സജ്ജരായ, നിങ്ങൾ സഭയുടെ പൂർവിക പാരമ്പര്യത്തിലേക്ക് നോക്ക്. നേതൃത്വം മുഴുവൻ അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ പറയും സ്വതന്ത്ര ഇന്ത്യ അന്നേരം ഒരു അരിസ്റ്റോക്രാറ്റിക്, എടാ പിള്ളേരെ അത് ഉള്ളതാണ്. നല്ല കുടുംബത്തിൽ നിന്ന് വന്നാൽ അതിൻ്റെ ഗുണമുണ്ട്. അവന് ഓലപ്പാമ്പിന്റെ മുമ്പിൽ പേടിക്കത്തില്ല. ഈ യുവമാരെന്ത് ചെയ്യും? ചെറിയ പ്രലോഭനങ്ങളുടെ മുമ്പിൽ വീഴും, ചെറിയ ഭീഷണികളുടെ മുമ്പിൽ ഭയപ്പെടും, പിന്മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വെല്ലുവിളികളുടെ ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടത് ഉത്തമമായ നേതൃത്വമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ നിയമവും നിബന്ധന എല്ലാം വെച്ചുകൊണ്ടിരിക്കുമ്പം ഇത്തരത്തിലുള്ള കാളികൂളി സംഘത്തിൽപ്പെട്ടവർ മാത്രമേ വരത്തുള്ളൂ. അവർ പകല് ബ്രഹ്മചാരികളുമായിരിക്കും, രാത്രി മതിലിയാടികളുമായിരിക്കും, തോന്നിയാസക്കാരുമായിരിക്കും. എന്നാൽ നിങ്ങൾ സുറിയാനി സഭയിലേക്ക് നോക്കുക, അതുപോലെ ഒരു ശൈലി അവലംബിക്കാമെങ്കിൽ ഭാവിക്ക് വളരെ നല്ലതായിരിക്കും. ഇതെന്റെ സ്വതന്ത്രമായ ഒരു നിരീക്ഷണം, വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. കാലോചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ, അപകടത്തെ തിരിച്ചറിയുവാൻ തയ്യാറാവണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ലൈവിൽ പറഞ്ഞതാണ്, കന്യാസ്ത്രീകൾ കാത്തു നിന്നത്.
എന്നെ കണ്ടപ്പോൾ അവർ ഒരു ഇന്ത്യൻ വൈദികനാണെന്ന് തെറ്റിദ്ധരിച്ചത്. സോറി, ഒരു ബ്രേക്ക് വന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം അതിഗൗരവമായ വിഷയമാണ്. നാളത്തെ കേരളം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇന്ന് ചിന്തിക്കുക. ചർച്ചയ്ക്ക് വിഷയീഭവിക്കട്ടെ. അന്തിച്ചർച്ചയ്ക്ക് ചാനൽക്കാർക്ക് താല്പര്യമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊന്നും ചർച്ച ചെയ്തിട്ട് ഒരു വിഷയവുമില്ല. ഗൗരവതരമായ ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിഷയീഭവിക്കാൻ തൽപര കക്ഷികൾക്ക് താല്പര്യമില്ലെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവർ പെട്ടെന്ന് ആരെങ്കിലും ഒരു ചർച്ച കൊണ്ടുവരാൻ ശ്രമിച്ചാൽ തന്നെ, ഓ, നിങ്ങൾ ഇത്രയ്ക്ക് റിലീജിയസ് ഇൻടോളറന്റ് ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഈയിടെ ഒരു ഹൈന്ദവ സഹോദരൻ ഒരു പോസ്റ്റ് ഇട്ടു. കേരളത്തിലെ ഇസ്ലാമിക ജനപ്പെരുപ്പം, ഹൈന്ദവരുടെ ജനസംഖ്യ കുറയുന്നു, നമ്മുടെ ഇടയിൽ ജനസംഖ്യാ അനുപാതം കുറയുന്നു. എന്നിട്ട് തന്നെ ഒരു ഹൈന്ദവ പേരിലുള്ള ഒരു വ്യാജ പ്രൊഫൈൽ വന്ന്, നിങ്ങൾ ഇത്രയും റിലീജിയസ് ഇൻടോളറന്റ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല സുഹൃത്തെ, കോളേജിൽ പഠിച്ചപ്പോഴൊക്കെ നിങ്ങൾ എത്ര വന്നാലും. ഇത് റിലീജിയസ് ഇൻടോളറൻസിന്റെ കാര്യമല്ല. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യങ്ങളിലും ഒരു തരത്തിലുള്ള അസഹിഷ്ണുതയും നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. കേരളം ഇപ്പോഴല്ല, വളരെ നല്ല സാമുദായിക സൗഹാർദ്ദവും അന്തരീക്ഷവും ഉള്ളതാണ്. പക്ഷേ പലതരത്തിലുള്ള ജിഹാദുകൾ നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ലവ് ജിഹാദ് നിലനിൽക്കുന്നു. ആസൂത്രിതവും ഗൂഢവും സംഘടിതവുമായി സമസ്ത മേഖലകളെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ പിടിമുറുക്കുവാനുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു എന്നുള്ളത് ഒരു ഊഹമോ കെട്ടുകഥയല്ല, ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഇന്ന് തിരിച്ചറിയുവാൻ ക്രിസ്തീയ നേതൃത്വത്തിന് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് യാക്കോബായ എന്ന പേരിൽ തെരുവിൽ തല്ലുകയും പരസ്പരം തലതല്ലി കീറുകയും തെരുവ് നായ്ക്കളെ ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ കടിപിടി കൂട്ടുകയും ചെയ്യുന്ന അനുഭവത്തിൽ നിന്ന് നിങ്ങളുടെ ഭാവി തലമുറയെ ഓർത്ത് അനുതപിക്കുക, മാനസാന്തരപ്പെടുക. ഒരു കാര്യം ഞാൻ പറയാം, വർദ്ധിച്ച തോതിലുള്ള ക്രൈസ്തവ സഭയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുക. നമുക്കറിയാമല്ലോ, അത്യുന്നത കർദിനാളിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട എത്ര കോടി രൂപയുടെ സ്വത്താണ് സീറോ മലബാർ സഭയ്ക്ക്. ആ സ്വത്തുക്കൾ പോയത് ആരിലേക്കാണ്? മലയാളത്തിലെ ആദ്യത്തെ പത്രം നസ്രാണി ദീപിക. ആ നസ്രാണി ദീപിക ഫാരീസ് അബൂബക്കറിന്റെ കയ്യിലേക്ക് പോയത് എങ്ങനെയാണ്? ഒരു പത്രത്തിന് വന്ന ചെറിയൊരു കടബാധ്യതയെ വീട്ടുവാൻ നിവൃത്തിയില്ലാത്ത വണ്ണം ദരിദ്രനാരായണന്മാരായി പോയോ സീറോ മലബാറുകാര്? നിങ്ങളുടെ ഭൂമി അവർ വിലയ്ക്ക് വാങ്ങുന്നതിനോടൊപ്പം നിങ്ങളുടെ സംസ്കാരവും അവർ തീറെഴുതി വാങ്ങും, നിങ്ങളുടെ പാരമ്പര്യത്തെയും അവർ കീശയിലാക്കും. അതിന് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു കയറുവാനാണ് അവർ ലവ് ജിഹാദ് ഏർപ്പെടുത്തുന്നത്. പാരമ്പര്യവും തനിമയുമുള്ള ഓരോ സുറിയാനി കുടുംബങ്ങളിലും ഓരോ ബന്ധുത്വം എന്നതാണ് അവരുടെ അജണ്ട, അവരുടെ ലക്ഷ്യം. അങ്ങനെ വന്നു കഴിയുമ്പോൾ വടക്കേ മലബാറിൽ വാളുകൊണ്ട് നേടിയത് മധ്യ തിരുവിതാംകൂറിൽ ഇത്തരത്തിൽ നേടുവാൻ അവർക്ക് സാധിക്കും. അവരുടെ ലക്ഷ്യം അകലെയല്ല, അവർ വളരെ വേഗം അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഭാവിയിലെ കേരളം ഒരു ഇസ്ലാമിക കേരളമായിരിക്കും. തർക്കമൊന്നും വേണ്ട. ഇതിനകത്ത് ആരും പ്രയാസപ്പെടേണ്ട ആവശ്യവുമില്ല. ഇത് സംഭവിക്കാൻ പോകുന്നതാണ്. ഇറ്റ് ഈസ് ക്വൈറ്റ് അൺസ്റ്റോപ്പബിൾ. പക്ഷെ ആർജവത്വമുള്ള ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ പറ്റില്ല, അല്പം സ്ലോ ചെയ്യിക്കാൻ പറ്റിയേക്കാം. ഇതാണ് യാഥാർത്ഥ്യം. ഭാവിയിലെ കേരളം എങ്ങനെയായിരിക്കും? ക്രിസ്ത്യാനികൾ ഷണ്ടവൽക്കരിക്കപ്പെട്ടു. പ്രൊട്ടസ്റ്റന്റിനിസം കൊണ്ട്, പെന്തക്കോസ്ത് മതഭ്രാന്ത് കൊണ്ട്, എന്റെ ദേശം ഇവിടെയല്ല എന്നുള്ള പാട്ട് പാടി ഏതോ ഒരു മായാലോകത്തു നിന്ന് കർത്താവ് വരുമെന്ന് പറയുകയും ഭൗതിക ജീവിത സാഹചര്യങ്ങളെ അവഗണിച്ച്
ആകാശത്തൂടെ വെള്ളത്തോണി ഒഴുകി വരുമെന്ന് പറയുന്ന പൊട്ടസുവിശേഷം വിശ്വസിപ്പിച്ച് ആളുകളെ കർമ്മോന്മുഖരല്ലാതെയാക്കി മാറ്റി. രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അനാത്മീയതയാണെന്നും കുറവാണെന്നും പറഞ്ഞു പഠിപ്പിച്ചപ്പോ ബുദ്ധിയുള്ള ആളുകൾ ആ സ്ഥാനത്തേക്ക് ഓടിക്കയറി. ഞാൻ പിന്നെയും പറയാം, ക്രിസ്ത്യാനികളുടെ സാമൂഹിക സാന്നിധ്യം, രാഷ്ട്രീയ സ്വാധീനം, ഉദ്യോഗസ്ഥ മേഖലയിലെ പങ്കാളിത്തം, അനുപാതം അതില്ലാതായിരിക്കുന്നു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഹൈന്ദവർക്കും ബാധകമാണ്. അപ്പൊ കേരളം, നമ്മുടെ ഇന്നലത്തെ കേരളം, ഇന്നത്തെ കേരളം നാളെ നിൽക്കണമെങ്കിൽ തിരുവോണപ്പുലരിയിൽ സകല മലയാളി ചാനലുകളിലും അറബനമുട്ട് കേട്ടുണരുന്നൊരു ഭാവി കാലമാണ് നമ്മെ കാത്തിരിക്കുന്നത്. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഉണരുക, നിങ്ങളുടെ ജനസംഖ്യാനുപാതം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക. സർക്കാർ ഏജൻസികൾ നിങ്ങളുടെ മുമ്പിൽ വഞ്ചനയ്ക്ക് കൊണ്ടുവന്ന അത്തരത്തിലുള്ള മോട്ടോകൾ മറന്നു കളയുക. അത് മാത്രമേ മാർഗമുള്ളൂ. ഭാവിയിലെ കേരളം എങ്ങനെയായിരിക്കും? ഇതാ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്ക്. വിദ്യാർത്ഥി സംഘടനകൾക്ക് പറയുവാനുള്ളത് ഇതാണ് നിങ്ങൾ കാണുന്നത്. SFIക്ക് വേണ്ടി സംസാരിക്കുന്ന ആരാണ്? KA സക്കീർ. മാറ്റമുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം, AISF. ആരാണ് പറയുന്നത്? AS മുർഷൽദുഹാഖ്. സ്പെഷ്യൽ പാക്കേജ് നടപ്പാക്കണം, SKSF. ഉമറുൽ ഫാറൂഖ് ഫൈസി. വിദ്യാഭ്യാസ രംഗത്ത് ഐക്യ കേരളമില്ല, SSF. KP മുഹമ്മദ് യൂസഫ്. കണ്ണിൽ പൊടിയിടൽ നടക്കില്ല, KSU. ആരാ പറയുന്നത്? ഹാരിസ് മുത്തൂർ. അസമത്വം അവസാനിപ്പിച്ചേ മതിയാകൂ, MSM. സഹീർ വട്ടം. പരിഹാരമാണ് വേണ്ടത്, വിസ്ഡം സ്റ്റുഡന്റ്, KP മുഹമ്മദ് ഷമീൽ. ക്യാമ്പസ് ഫ്രണ്ട്സ്, അർഷാദ് സർബാസ്. ഇതിനകത്ത് ഏക അമുസ്ലിമായിട്ട് വന്ന് TC അനുപമ. ABVP. ABVPയുടെ ഒരൊറ്റ നേതൃത്വമാണ് ഇവിടെ ഒരു മുസ്ലിമേതര നേതൃത്വം കാണുന്നത്. ഇത് ഭാവി കേരളത്തെ കാണിക്കുന്നതാണ്. ഇതാണ് ഭാവി കേരളം. ഭാവി കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു പരിച്ഛേദമാണ് നിങ്ങളിപ്പോ കണ്ടത്. കേരളത്തിലെ എല്ലാ വിഭാഗം ക്രിസ്ത്യാനികളിലെയും ബിഷപ്പുമാരെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. കണ്ണു തുറന്ന് കാണുക. സ്വത്ത് കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോയ ആ കണ്ണ് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകുക. ഭാവിയിലേക്ക് നോക്കുക. നിങ്ങളുടെ അജപാലനയിലുള്ള ആട്ടിൻകൂട്ടത്തെ ചെന്നായ്ക്കൾ കൊണ്ടുപോകാതെ ഇരിക്കുവാനാണ് നിങ്ങളെ ബിഷപ്പുമാരായി നിയമിച്ചിരിക്കുന്നത്. സ്വത്ത് വർദ്ധിപ്പിക്കുവാനല്ല. സ്വത്ത് വർദ്ധിപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ആ പുറകെ കണ്ട ഒരു പള്ളി അതുപോലെ ഇരിക്കും. നിങ്ങൾ ഇന്ന് വർദ്ധിപ്പിക്കുന്ന സ്വത്തുക്കളും അരമനകളും പള്ളികളും പള്ളിക്കെട്ടിടങ്ങളും എസ്റ്റേറ്റുകളും എല്ലാം അന്യാധീനപ്പെടും. നിങ്ങളുടെ സ്മാരകമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും പോവും. സകലത് നഷ്ടപ്പെടും. ജനമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അവരെയാണ് നിങ്ങൾ അടിച്ചോടിക്കുന്നത്. അവരെയാണ് നിങ്ങൾ ആട്ടിയകറ്റുന്നത്. അവരെയാണ് നിങ്ങൾ ചിന്നിയവരും ചിതറിയവരുമാക്കുന്നത്. ആലംബമില്ലാത്തവരും നേതൃത്വമില്ലാത്തവരും ആശ്രയമില്ലാത്തവരും പരിഹാസിതരും നിന്ദ്യരും പരാജിതരുമൊക്കെ ആക്കി മാറ്റുന്നത്. ആട്ടിൻകൂട്ടത്തെ സ്നേഹിക്കുന്ന ഇടയന്മാരായി മാറുക. ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്ത കർത്താവാണ് നല്ല ഇടയൻ. ആട്ടിൻകൂട്ടം തങ്ങൾക്ക് ഇറച്ചു തരാൻ വിധിക്കപ്പെട്ടവരാണെന്ന് ചിന്തിക്കുന്ന മനോഭാവമല്ല. ആട്ടിൻകൂട്ടത്തെ നിലനിർത്തുവാൻ, ഭാവിക്ക് വേണ്ടി ചിന്തിക്കുവാൻ തയ്യാറാവുക. സീറോ മലബാർ സഭയായാലും മലങ്കര ഓർത്തഡോക്സ് സഭയായാലും ലത്തീൻ റീത്ത് സഭയായാലും മലങ്കര റീത്ത് സഭയായാലും ക്നാനായ കമ്മ്യൂണിറ്റി ആയാലും എല്ലാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളുടെയും സഹായിക്കായി ഞാൻ അവസാനിപ്പിക്കുകയാണ്. തുർക്കിയിലെ സംഭവം
തുർക്കിയെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ പോളിസിയിൽ ഒരു പോളിസി മാത്രം, അവര് തുർക്കിയിലെ പ്രൊട്ടസ്റ്റന്റ് പ്രവർത്തനത്തെ ഐസിസിനേക്കാളും ഗ്രേഡ് കൂടിയ ഒരു അപകടമാണെന്ന് അവര് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3000 പേരേ ഉള്ളൂ. ആ 3000 പ്രൊട്ടസ്റ്റന്റുകാരിൽ 1800 പേർ സിറിയൻ ക്രിസ്ത്യൻസിനെ കൺവേർട്ട് ചെയ്താണ്, സുറിയാനി ക്രിസ്ത്യാനികളെ കൺവേർട്ട് ചെയ്താണ്. തുർക്കിയിലെ ഇസ്ലാം ഭരണകൂടം പ്രൊട്ടസ്റ്റന്റുകാരെ കൺട്രോൾ ചെയ്യുവാൻ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. സുറിയാനി ക്രിസ്ത്യാനികൾ ഉണരത്തൊന്നുമില്ല. ആ നിയമം ഉള്ളതുകൊണ്ട് അവശേഷിക്കുന്ന സുറിയാനി ക്രിസ്ത്യാനികളായിട്ട് തുടരും എന്ന് നമുക്ക് മനസ്സിലാക്കാം, വിശ്വസിക്കാം. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇസ്ലാമിന്റെ 1500 വർഷം ലക്ഷക്കണക്കിന് സുറിയാനി ക്രിസ്ത്യാനികൾ അവിടെ രക്തം ചിരിഞ്ഞ് രക്തസാക്ഷികളായി. പള്ളികൾ നഷ്ടപ്പെട്ടു, കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു, മാനം നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു. ആ വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവന്റെ അടുത്ത് എന്നാണ് ഇവന്റെ ഈ വിഡ്ഢി സുവിശേഷം പറഞ്ഞ ആളുകളെ പിടിച്ചുകൊണ്ട് വരും. ഞാൻ പണ്ട് പറയുമല്ലോ, കേരളത്തിൽ ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ തമിഴന്മാര് നല്ല ഓട്ടുപാത്രമൊക്കെ പ്ലാസ്റ്റിക് ബക്കറ്റ് കൊടുത്തിട്ട് വാങ്ങിക്കൊണ്ടുപോയി. അതുപോലെ 1800 പേർ തുർക്കിയിൽ വീണുപോയി, അബദ്ധം പറ്റി. അവരൊരു നിമിഷം പോലും ചിന്തിച്ചില്ലേ 1500 വർഷത്തെ കൊടിയ പീഡനങ്ങളുടെ നടുവിൽ നിലനിൽക്കുവാൻ, ജീവൻ ത്യജിക്കുവാൻ, അതിജീവിക്കുവാൻ തങ്ങളെ പ്രാപ്തരാക്കിയ ആ സത്യവിശ്വാസം. 1500 വർഷം മണ്ണിൽ രക്തം വീഴ്ത്തിയ, ഭൂമിയിൽ മയങ്ങുന്നുവെങ്കിലും സ്വർഗത്തിൽ ഉണർന്നിരിക്കുന്ന ആ സഹദേന്മാരുടെ വലിയ ഗണം. ആ ശ്രേണിയിൽ ഇങ്ങേയറ്റത്തെ ഒരു കണ്ണിയാണ് താനെന്നുള്ള ബോധ്യം അവർക്ക് ഒരു നിമിഷം നഷ്ടപ്പെട്ടു പോയി ഈ വില കുറഞ്ഞ സുവിശേഷത്തിലേക്ക്. പൗരസ്ത്യവും പാശ്ചാത്യവുമായ സുവിശേഷം. ഓർത്തഡോക്സ് സഭയുമായിട്ട് എപ്പോഴൊക്കെ ഇസ്ലാം ഉരസേണ്ടി വന്നു, അപ്പോഴൊക്കെ ഇസ്ലാം എടുത്തത് വാളാണ്. കൊന്നുകളയായിരുന്നു, നശിപ്പിക്കുകയായിരുന്നു. കാരണം ആശയപരമായി ഓർത്തഡോക്സിയുടെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്നാൽ യൂറോപ്പിൽ ക്രിസ്ത്യാനിത്വത്തെ ആക്രമിക്കുവാൻ വാളെടുത്തില്ല. കാരണം യൂറോപ്യൻ ക്രിസ്ത്യാനിത്വത്തിന്റെ ഫിലോസഫിക്കൽ പ്ലാറ്റ്ഫോം ദുർബലമാണ്, താത്വിക അടിത്തറ ദുർബലമാണ്. അതുകൊണ്ട് എത്തീസം വന്നപ്പോഴും ഇസ്ലാം വന്നപ്പോഴും അടിപതറി വീണു. എത്തീസത്തിന്റെ ആഗമനത്തോടുകൂടെ തന്നെ യൂറോപ്യൻ ക്രിസ്ത്യാനിത്വം ഇടറി വീണു. ഇപ്പൊ അതിവേഗം ഇസ്ലാമിക അധിനിവേശത്തിന് യൂറോപ്യൻ ഭൂമിക വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 30 വർഷം കഴിയുമ്പോൾ യൂറോപ്പ് മൊത്തം ഇസ്ലാമിക ഭൂഖണ്ഡമായിരിക്കും. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആണവ ശക്തികളായിരിക്കുന്ന ഫ്രാൻസും ജർമ്മനിയും ഇംഗ്ലണ്ടും എല്ലാം ഇസ്ലാമിക രാജ്യമായിട്ടുള്ള ഒരു ഭാവിയാണ് നമ്മെ കാത്തിരിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ അതിവേഗം പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാവി എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുക. സ്വതന്ത്ര ചിന്ത, യുക്തിചിന്ത, റാഷണലിസ്റ്റുകൾ, ഫ്രീ തിങ്കേഴ്സ്, എല്ലാ പുങ്കന്മാർക്കും സ്വാഗതം. ദൈവം നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ഇന്ത്യയിലുള്ളവർക്ക് ഒരു ശുഭരാത്രി ആശംസിക്കുന്നു. താങ്ക് യു.